പണ്ടാണെങ്കിൽ ആലോചിക്കാൻ പറ്റുമോ, ഒരാള് രണ്ടുപേരും ഇങ്ങനെ ഒരു 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 വീടെടുത്ത് താമസിച്ചാൽ അപ്പുറത്തെ ഒരു അവിടെ രണ്ടുപേര് വന്ന് എന്ന് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ, ഇല്ലേ? ഇപ്പൊ ലിവിങ് ടുഗദർ അവർ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊന്നും അപാകത ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു നായിക ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുക, അതാണ് ഏത് തലമുറയ്ക്കും വേണ്ട കാര്യം. കാലത്തിനൊപ്പം സഞ്ചരിക്കുക. അപ്പോൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഇത്. കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന സിനിമയെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ ഗുരുദത്തിന്റെ കാഗസ് കെ ഫൂൾ എന്ന് പറയുന്ന സിനിമ എഹെഡ് ഓഫ് ഹിസ് ടൈംസ് ആയിരുന്നു. കാരണം ഇന്ന് കാണുമ്പോൾ അതിനെ ഒരുപാട് പേര് വാഴ്ത്തുന്നുണ്ട്. അത്ര ബ്രില്യൻ ഫിലിമാണ് ഇത്. ഈ കാലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഈ കാലത്തെ ഇമോഷൻസ് ഉണ്ട്, ഈ കാലത്തെ നർമ്മം ഉണ്ട്, ഈ കാലത്തെ ഹാസ്യമുണ്ട്, ഇതിന്റെ വാത്സല്യം, സ്നേഹം, പ്രേമത്തെക്കുറിച്ചുള്ള ഇന്നത്തെ തലമുറയുടെ കാഴ്ചപ്പാട്. അല്ല പണ്ടത്തെ തലമുറയുടെ, അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പുള്ള പ്രേമമല്ല ഇതിലെ സിനിമയിലെ പ്രേമം. ഇതിൽ കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള പ്രേമമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊന്നും അപാകത ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു നായിക ഈ സിനിമയ്ക്കുണ്ട്. വിവാഹത്തിന് മുമ്പ് വിവാഹ പൂർവ്വ ബന്ധത്തില് വലിയ കുഴപ്പമൊന്നും ഇല്ല, ഇല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് എനിക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെടുന്നതിൽ തെറ്റൊന്നും ഇല്ല എന്ന് വാദിക്കുന്ന തരത്തിലുള്ള ഈ കാലഘട്ടത്തിലെ ഒരു സെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നായിക ഇതിലെ പുതുമയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതേ അവസരത്തിൽ തന്നെ എല്ലാ കാലത്തും ഏത് കാലത്തും വർക്കാവുന്ന ഇമോഷൻസ് ആണ് സ്നേഹം, വാത്സല്യം എന്നൊക്കെ പറയുന്നത്. അതിനിപ്പം 1000 കൊല്ലം മുമ്പ് എടുത്തിരുന്നാലും ഇനി വരാൻ പോകുന്ന ഒരു 100 കൊല്ലത്തിന് ശേഷമാണെങ്കിലും ആ സ്നേഹത്തിന് അല്ലെങ്കിൽ വാത്സല്യം, അമ്മയും മകനും തമ്മിലുള്ള ആ സ്നേഹം, യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട സ്നേഹത്തിന് ഒരു വ്യത്യാസവും നിർവചനത്തിലുണ്ടാവില്ല. അപ്പൊ ഈ കാലത്തിലുള്ള രാഷ്ട്രീയമായിക്കോട്ടെ, സാംസ്കാരിക കാര്യങ്ങളായിക്കോട്ടെ, മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, പ്രേമം, പ്രേമ പരാജയം, വിവാഹത്തിലുള്ള എന്താ പറയുക വിരഹം, അങ്ങനെയുള്ള ഇന്നത്തെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു പക്ക എന്റർടൈനർ ആയിരിക്കും ധീരൻ. ഓൾ റൈറ്റ്. ഇപ്പം ജഗദീഷ് ചേട്ടാ, ഒരു ഇപ്പോഴത്തെ പ്രണയമല്ല, ഒരു 10 വർഷം മുമ്പുള്ള പ്രണയം എന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങളെക്കാട്ടിലൊക്കെ പരിചയ സമ്പത്തും ഒക്കെ ഉള്ള ഒരാളാണല്ലോ ജഗദീഷ് ചേട്ടൻ, നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പം ഓക്കെ, സീനിയേഴ്സ് അടുത്ത് ഞാൻ ചോദിക്കാം, എന്താണ് ഇന്നത്തെ ഒരു പ്രണയവും പണ്ട് നിങ്ങൾ പ്രണയിച്ചിരുന്ന കാലത്തെ പ്രണയം തമ്മിൽ ഏറ്റവും ഭയങ്കര മേജറായിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യത്യാസം? എനിക്ക് പറയാനുള്ള ഇന്നത്തെ കാര്യത്തിൽ ഇന്ന് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പൊ, ഇല്ലേ? ഇപ്പൊ ലിവിങ് ടുഗദർ ഒരു മാരേജ് എന്നുള്ള ആ നോട്ട്സിലൊന്നും വരാതെ തന്നെ അതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന, അത് അവരുടെ കോൺഫിഡൻസ് ആണ്, ആ പാർട്ട്നേഴ്സിന്റെ കോൺഫിഡൻസ് ആണ്. ഞങ്ങൾക്ക് മാരേജ് എന്ന് പറയുന്ന ഒരു താലി അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി ഞങ്ങൾ ഒപ്പിടുന്നതിൽ ഒന്നും വിശ്വാസമില്ല, അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിയാം എന്ന് വിശ്വാസം. അത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് പണ്ടാണെങ്കിൽ ആലോചിക്കാൻ പറ്റുമോ, ഒരാള് രണ്ടുപേരും ഇങ്ങനെ ഒരു ഒരു വീടെടുത്ത് താമസിച്ചാൽ അപ്പുറത്തെ ഒരു അവിടെ രണ്ടുപേര് വന്ന് എന്ന് പറഞ്ഞ ചർച്ചയല്ലേ? അപ്പൊ എന്തെല്ലാം. അപ്പൊ അതിനനുസരിച്ച് അന്നൊക്കെയാണെങ്കിൽ പ്രേമലേഖനം കൊടുക്കുന്നത് പോലും ഒരു വലിയ കുറ്റമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ ബുക്കിന്റെ അകത്ത് നായിക എന്നുള്ള പോട്ടെ, ഏത് റിയൽ ലൈഫിലെ ഒരു കുട്ടിയുടെ ആണെങ്കിലും പുസ്തകത്തിനകത്ത് ഒരു പ്രേമലേഖനം കണ്ട അച്ഛനും അമ്മയും അടി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഫോണിലൂടെ കമ്മ്യൂണിക്കേഷൻ, ഒരു വാട്സ്ആപ്പ് ടെക്സ്റ്റ് ആണ് എല്ലാം അവരവരുടെ. അതിന്റെ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഇതില് ഏത് കാലത്തായിരുന്നാലും ഇമേജ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം പ്രേമത്തിൽ എപ്പോഴും കുഴപ്പമാണ്.